നമ്മളെല്ലാവരും വലിയൊരു കെണിയിലാണ് കിടക്കണേ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പോളിസി തരാൻ പറ്റില്ല, ഇതാണ് ഇവരുടെ നയം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ. കമ്പനി എന്തിനാണ് കണ്ണി കണ്ട എല്ലാ ഏജൻറ്റുമാർക്കും എൻ്റെ ഡാറ്റ ഷെയർ ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ഈ കമ്പനിയെ വ്യക്തിപരമായിട്ട് നമുക്ക് വിശ്വസിച്ചിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇൻഷുറൻസായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ ഉണ്ടോ? നമ്മുടെ കയ്യിലെ പൈസ മേടിച്ച് നമ്മൾ പറ്റിക്കപ്പെടുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്കൊന്നും പറ്റുന്നില്ല, ചിലർക്കല്ല കമ്പനിക്ക് പറ്റുന്നില്ല. ടാറ്റ AIG കമ്പനിയിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടാറ്റ കമ്പനിയുടെ ഉള്ളതിനെ കുറിച്ച് ചർച്ചയുണ്ടായി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചുകൾ പ്രകാരം ഹാരിസ് അസുഖങ്ങൾ മറച്ചു വെച്ച് ഞാൻ കഴിഞ്ഞ 2 വീഡിയോകൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരും ഇത് കാണാം. 10,000-കണക്കിന് പേരാണ് അതിനെ സപ്പോർട്ടായിട്ട് വന്നേക്കുന്നത്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ പക്ഷേ നന്ദി പറയണം. മറ്റൊന്നുമല്ല, നമ്മുടെ പൈസ നഷ്ടപ്പെട്ട് നമ്മൾ അപമാനിതനാവുന്നു. ആ സമയത്ത് നമ്മുടെ ഒരു വിഷമം പറയുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്നതിൽ നമ്മുടെ സങ്കടം നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ. അപ്പോൾ ടാറ്റ AIG കമ്പനിയുടെ തട്ടിപ്പിൻ്റെ എന്നെ പറ്റിച്ച കഥകളാണ് പറയണത്. അപ്പോൾ ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം കുറച്ച് ഭീഷണികൾ വന്നു. അതിനകത്തൊരു ചേച്ചിയുടെ ഭീഷണി നിങ്ങൾ കേട്ടല്ലോ, കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്നു. ഇപ്പോൾ ചില ഏജൻറ്റുമാർ ചങ്ങാതിമാർ വീഡിയോകളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ടാറ്റ AIGയിൽ വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാർ, എൻ്റെ പ്രിയ പ്രേക്ഷകരുണ്ട്. നിങ്ങൾ എന്നോട് സദയം ക്ഷമിക്കണം. നിങ്ങളുടെ കമ്പനി നടത്തുന്ന തട്ടിപ്പാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരുടെ പൈസ പിടിച്ച് മേടിച്ചിട്ട് അവരെ പറ്റിക്കുന്ന പരിപാടിക്ക് നിങ്ങൾ കൂട്ടി നിൽക്കരുത്. ഒരു യാഥാർത്ഥ്യമാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ടാറ്റ AIGയുടെ എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ ഇനി പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ ടാറ്റ AIG ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്ന നമ്മുടെ ഒരു പേഴ്സണൽ ഡാറ്റയും സേഫ് അല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഇദ്ദേഹത്തിന് ഉറക്ക സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം 2023 7-ാം മാസം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയുണ്ടായി. അതിനായിട്ട് എന്തൊരു ഡിവൈസും അദ്ദേഹം യൂസ് ചെയ്യുകയുണ്ടായി. കാരണം എന്തെന്നാൽ കഴിഞ്ഞ ദിവസത്തെ ആ ചേച്ചിയുടെ ഭീഷണിയിൽ എല്ലാ സംഭവങ്ങളും നമ്മൾ വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ അസുഖ വിവരങ്ങൾ, നമുക്ക് ഓരോരുത്തർക്ക് എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും. പക്ഷേ ആ ചേച്ചിക്ക് തെറ്റിപ്പോയി. എൻ്റെ അസുഖ വിവരം എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാര്യത്തിൽ നമ്മൾ തന്നെ വിളിച്ച് പറഞ്ഞേക്കേണ്ട കാര്യമാണ് അത്. അപ്പോൾ അതാണ് ആ ചേച്ചി കൊട്ടിഘോഷിക്കാൻ പോയത്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക്, നിങ്ങൾ ഓരോരുത്തർക്ക് നമ്മൾക്ക് എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങളുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രീമിയൊക്കെ അടച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളായിട്ടൊരു ടേംസ് തെറ്റുമ്പോൾ ലോകത്തിന് മുമ്പിൽ വിളിച്ച് പറയാനായിട്ട്, അപ്പോൾ എന്ത് വിശ്വസിച്ചിട്ട് വേണം നമ്മൾ ഈ കമ്പനികളെ നമ്മൾ പോളിസി കൊടുക്കാൻ വേണ്ടിയിട്ട്? കൂടാതെ ഇദ്ദേഹത്തിന് ഉറക്ക സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കമ്പനിയെ എങ്ങനെ വിശ്വസിക്കും? നമ്മുടെ ഒരു പേഴ്സണൽ ഡാറ്റയും അവർ സേഫ് അല്ല, അവർ ഷെയർ ചെയ്യുകയാണത്. ഇന്ന് തന്നെ വീഡിയോയിൽ ഈ ചങ്ങാതി പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു ഏജന്റ് കൊണ്ടുപോയി പെടുത്തി എന്നാണ്. ഇദ്ദേഹം ഒരു ഏജന്റിൽ നിന്നല്ല ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്. ഇദ്ദേഹം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത് ബാങ്കിന്റെ ഇൻഷുറൻസ് വഴിയാണ്. അതായത് ഇൻഡസിൻഡ് ബാങ്ക് വഴിയാണ് ഇദ്ദേഹം ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത്. ഞാൻ എടുത്തിരിക്കുന്നത് ഇൻഡസിൻഡ് ബാങ്കിൽ നിന്നാണ് ഈ പോളിസി എടുത്തേക്കണം എന്നുള്ളതാണ്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, എനിക്കറിയില്ല. ഞാൻ ഇൻഡസിൻഡ് ബാങ്കിൽ ഒരു പോളിസിക്ക് വേണ്ടി പോവുകയോ അവരായിട്ട് ബന്ധപ്പെടുകയോ ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു ഏജൻറ്റ്, ടാറ്റയുടെ ഏജൻ്റാന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ആ സെഹ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹമാണ് എന്നെ ഇതിനകത്ത് ചേർത്തിയത്. ഞാൻ ബാങ്കിൽ പോവുകയോ ഇതായിട്ട് ബന്ധപ്പെട്ട് ബാങ്കുകാർ എന്നെ വിളിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തന്നെ, അപ്പോൾ തന്നെ നമ്മുടെ ഡാറ്റകൾ പോകുകയുണ്ടാവും. പിന്നെ എനിക്ക് സ്ലീപ്പ് അപ്നിയ ഉണ്ടായിരുന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇവരുടെ ഏജന്റുമാർക്കൊക്കെ ഇവർ ഷെയർ ചെയ്യേണ്ട കാര്യം എന്താണ് അതിനകത്തത്? ഇദ്ദേഹത്തിന് ഉറക്ക സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം 2023 7-ാം മാസം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയുണ്ടായി. നിങ്ങളുടെയൊക്കെ പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ഇതുപോലെ ഇവർ ഷെയർ ചെയ്യപ്പെടുകയല്ലേ. അപ്പോൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ടാറ്റ AIG എന്ന ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മളൊരു പോളിസി എടുക്കുന്നത്? നമ്മളുടെ എന്തെങ്കിലും ഡാറ്റ സുരക്ഷിതമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പ്രൈവസി ഉണ്ടായിട്ടില്ല. എൻ്റെ ഡാറ്റകൾ ഇവർ ഷെയർ ചെയ്യുകയാണ് അതിനകത്തത്. അത് ഒരിക്കലും ശരിയല്ല. എൻ്റെ ഡാറ്റ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡാറ്റകൾ ഇവർ ഷെയർ ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു നിലക്കും വിശ്വസിക്കാൻ പറ്റാത്ത എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കമ്പനിയാണ് ടാറ്റ AIG എന്ന് ഞാൻ വീണ്ടും പറയണത്. കാരണം ഇത്തരത്തിലുള്ള ഭീഷണികളും ഏജൻറ്റുമാരെ വെച്ചിട്ടുള്ള ഈ വീഡിയോകൾ ഇറക്കിയതിന് മുമ്പ് നാണമാവില്ല ഈ ടാറ്റ AIGയുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥരോടാണ് എൻ്റെ ചോദ്യം. ഒരാളെങ്കിലും എന്നെ വിളിച്ചിട്ട്
നിങ്ങളുടെ വിഷയം ഇതാണ്, ഇന്നതാണെന്ന് ഒന്ന് സംസാരിക്കാനായിട്ട് ഒരാൾ പോലും തയ്യാറായിട്ടില്ല. ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന പല ഏജൻറ്റുമാരും എന്നെ വിളിച്ചിരുന്നു. പല ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ എന്നെ വിളിച്ച് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരാം, നിങ്ങൾക്ക് ഏജൻസി തരാം, മറ്റേത് തരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നും എനിക്ക് ആവശ്യമില്ല. ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന 1-2 പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സന്തോഷം. അവരെനിക്ക് കാർഡ് അയച്ചു തന്ന് ഞാൻ അവർക്ക് എൻ്റെ പോളിസി ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് അവരിത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തു. പക്ഷേ കമ്പനി എന്തിനാണ് കണ്ണി കണ്ട എല്ലാ ഏജൻറ്റുമാർക്കും എൻ്റെ ഡാറ്റ ഷെയർ ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ഈ കമ്പനിയെ വ്യക്തിപരമായിട്ട് നമുക്ക് വിശ്വസിച്ചിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ഇപ്പം എൻ്റെ സ്ലീപ്പ് അപ്നി ആയിക്കോട്ടെ, ഞാൻ ആര് വഴി പോളിസി എടുത്ത് ഇതൊക്കെ ലോകത്തിന് മുമ്പിൽ കൊട്ടിഘോഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ ഡാറ്റ സേഫ് അല്ല എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ വിഷയം ഒരു വീഡിയോയോടുകൂടി വിടാൻ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ യാത്രകൾ പോയിക്കൊണ്ടിരിക്കുകയാണത്. പല ഹോട്ടൽ റൂമുകളിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പിന്നാലെ തന്നെ നിൽക്കുകയാണ്. പിന്നെ ഇതോടുകൂടി ഞാൻ വിടാൻ തീരുമാനിക്കുകയാണ്. ഇനി പുതിയ സംഭവങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും അത്. അപ്പോൾ ടാറ്റ കമ്പനിയുടെ ഉള്ളിൽ ചർച്ച ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പിന്നെ ടാറ്റ കമ്പനിയുടെ ഉള്ളിനെ കുറിച്ച് ചർച്ചയുണ്ടായി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചുകൾ പ്രകാരം ഈ ടാറ്റ കമ്പനിക്കാർ വട്ടോട്ട് ഇരുന്നിട്ട് ചർച്ച ചെയ്യണ നേരം കൊണ്ട് ടാറ്റ AIG ഇൻഷുറൻസ് അല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളോടൊന്നും പറയുന്നില്ല. ഈ ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന ടാറ്റയായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കാരോട് ദേഷ്യം തോന്നരുത് സുഹൃത്തുക്കളെ. എൻ്റെ അനുഭവമാണ്. എൻ്റെ പൈസ നഷ്ടപ്പെട്ട് എൻ്റെ കാര്യങ്ങൾക്കാണിത്. പിന്നെ പനി കൂടി ഇൻഫെക്ഷനായി ഹോസ്പിറ്റലായി കൊറോണ ആയി വയ്യാണ്ടായതിനാണ് ഞാൻ ചികിത്സ തേടിയത്. അല്ലാതെ സ്ലീപ്പ് അപ്നിയക്ക് വേണ്ടിയിട്ടല്ല, ഉറക്കക്കുറവിന് ആ മെഷീന് വേണ്ടിയിട്ട്, ആ മെഷീൻ കമ്പനി തരാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? അദ്ദേഹം എന്താ കേട്ടോക്കിയേ, എന്താണ് പറയുന്നത്? ഫ്രഷ് ആയിട്ട് തന്നെ ഒരു 50,000 രൂപ മുടക്കിയിട്ട് അദ്ദേഹം ഒരു ടാറ്റയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയുണ്ടായി. അതിനുശേഷം ഉടനെ ക്ലെയിമിന് പോയി. ഞാൻ പോളിസി എടുത്തിട്ട് ഉടനെ തന്നെ വന്നിട്ട് ഈ പോളിസി ക്ലെയിം ചെയ്യുന്നത് 2 വർഷമായിട്ട് ടാറ്റയുടെ പോളിസിയുടെ അകത്ത് 2 വർഷം. ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ ഇപ്പോഴാണ് 2 വർഷം തീരുന്ന സമയത്തൊന്ന് പനി വന്നിട്ട് ഒരു ക്ലെയിം ആവശ്യപ്പെട്ടത്, ചോദിച്ചത് ക്യാഷ്ലെസ് അല്ലേന്ന് വെച്ചിട്ട്. അതാണ് ഇവരെ തരാതിരിക്കണേ. എന്നിട്ട് 2 കൊല്ലത്തിന് മുമ്പ് നടന്ന ചികിത്സയുടെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോയിട്ട് അതും ഞാൻ തന്നെയാണ് അയച്ചു കൊടുത്തേട്ടാ. എൻ്റെ മെയിൽ വന്ന പ്രകാരം ഞാനാണ് അതെടുത്ത് അയച്ചു കൊടുത്തത്. 2025 നമ്മൾ പോകണം, 24 അല്ല 23 സെപ്റ്റംബറിന് മുമ്പുള്ള ചികിത്സയുടെ കാര്യങ്ങൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ തന്നെ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് അത് അവരുടെ പഴയ ഫയലിൽ നിന്ന് എടുത്തിട്ട് ഞാൻ തന്നെയാണ് ഈ സംഭവങ്ങൾ സ്കാൻ ചെയ്തവർക്ക് അയച്ചു കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിരുന്നു വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട്. നമ്മൾക്ക് ഒരു ചില നെഞ്ചുവേദന പോലെ ചിലപ്പോൾ ഗ്യാസിൻ്റെ അതിന് ബുദ്ധിമുട്ടാവും. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരു ECG എടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളൊരു ECG എടുത്തെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ടാറ്റയുടെ ഇൻഷുറൻസിലാണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു വിഷയമാണ് കേട്ടോ. എനിക്ക് തോന്നിയ കാര്യമാണത് ഇപ്പം എൻ്റെ അനുഭവത്തിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുശേഷം നിങ്ങൾ ആ പോളിസി പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 2, 3, 4, 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നെഞ്ചുവേദന, ഒരു അറ്റാക്ക്, എന്തെങ്കിലും സംഭവം വന്നിരിക്കട്ടെ. ഇവർ ചികിത്സ ട്രീറ്റ്മെൻറ്റ് തരാൻ പോകുന്നത് എനിക്ക് തോന്നണില്ല. അപ്പോൾ അവർ പറയും പഴയ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി എടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ 2-3 കൊല്ലം പുറകെ പോകുമ്പോൾ ഒരു ECG എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ECG എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാർഡിയാക്ക് ഇഷ്യൂ ഉള്ള ആളാണ്, നിങ്ങൾക്ക് പോളിസി തരാൻ പറ്റില്ല. ഇതാണ് ഇവരുടെ നയം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ. എനിക്ക് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് കൂർക്കമ്മലി നമ്മുടെ ഇതിൻ്റെ ചെറിയൊരു സ്റ്റേജ്. നിങ്ങൾ ആ വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കഴിഞ്ഞ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട്. നിങ്ങളതൊന്ന് കാണണം കേട്ടോ. ആ വീഡിയോൻ്റെ വ്യൂവിന് വേണ്ടിയിട്ടല്ല, നിങ്ങളത് കാണുമ്പോൾ ആസ്റ്റർ ഹോസ്പിറ്റലിലെ ഡോക്ടർ പ്രവീൺ പൾമനോളജിസ്റ്റ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അത് ഒരു ചെറിയൊരു ഡിവൈസ്, അത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എയർ ഫ്ലോ. നമ്മൾ ഈ രാവിലെ ഇരുന്ന് ഉറക്കം തൂങ്ങുക, അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ നമ്മൾ ഡിസ്റ്റർബ് ഇതൊന്നും ഇല്ലാതിരിക്കുന്നുള്ളൂ. അല്ലാണ്ട് ജീവൻ നിലനിൽക്കണ ഉപാധിയൊന്നും അല്ലത്. ഒരു കാരണം കണ്ടെത്തണ്ടേ. അപ്പോൾ വളരെ കഷ്ടമായി സുഹൃത്തെ, ഈ വീഡിയോ ചെയ്ത സുഹൃത്തെ, ടാറ്റയുടെ ഇത് കാണുന്ന സുഹൃത്തുക്കളെ, അതുപോലെ ഏജൻറ്റുമാർ, അതുപോലെ എൻ്റെ പ്രേക്ഷകരെ, മുട്ടുന്യായങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഈ മുട്ടുന്യായങ്ങളാണ് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നലെ ഒരു ചേച്ചിയുടെ വകയായിരുന്നു, ഇന്നിപ്പോൾ ചേട്ടൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ കുറേ ആൾക്കാരൊക്കെ വരാൻ വഴിയുണ്ടത്. പിന്നെ ഇദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആദിത്യ ബിർളയുടെ ഇൻഷുറൻസ് ഉള്ളപ്പോൾ എന്തിന് ടാറ്റയിലേക്ക് വന്നു എന്നുള്ളത്. ആദിത്യ ബിർളയുടെ 10 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ സുഹൃത്ത് പറയണത് ടാറ്റയിലാകുമ്പോൾ 50 ലക്ഷത്തിൻ്റെ 1 കോടിയുടെ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പോളിസി കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. പിന്നെ ടാറ്റ നമ്പർ 1 ആണ്, ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് ഈ സഹ്റാൻ എന്നുള്ള ഏജൻറ്റായിട്ട് സുഹൃത്താണ് കണക്ട് ചെയ്ത് തരുന്നത്. അത് പ്രകാരമാണ് പോയത്. എന്തുകൊണ്ട് ആദിത്യ ബിർള ക്യാൻസൽ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പോളിസിയിലേക്ക് മാറുമ്പോൾ
നമുക്ക് 2 വർഷം പിന്നിടുമ്പോഴാണ് നമുക്ക് മറ്റ് പല എക്സിസ്റ്റിംഗ് അസുഖങ്ങൾക്കും മറ്റുമൊക്കെ ഉള്ള എലിജിബിലിറ്റി കിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ നമ്മളത് കീപ്പ് ചെയ്ത് ഏതിലൊരു പോളിസി കീപ്പ് ചെയ്താൽ മതി എന്ന് വെച്ചിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് എലിജിബിലിറ്റി എന്തുണ്ടായാലും കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. സോ ഞാൻ ആദിത്യ ബിർളയുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ എന്തൊക്കെ ഇതുണ്ടെങ്കിലും ആദിത്യ ബിർള എനിക്ക് നല്ല സപ്പോർട്ടാണ് വർഷങ്ങളായിട്ട് തന്നേക്കണത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങൾ കോവിഡ് ടൈം തുടങ്ങി 2019-20 മുതൽ ഇങ്ങോട്ടുള്ള പീരീഡിൽ ഇത്രയും നമുക്ക് വർഷത്തെ സപ്പോർട്ട് ആദിത്യ ബിർള തന്നിട്ടുണ്ട്. ഇന്നോളം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പോലും അവർ ഇത് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച പോലും വൈഫിന് ഒരു യൂറിനറി ഇൻഫെക്ഷനും ഒക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അതുവരെ അവർ ഒരു ചോദ്യങ്ങളില്ല, കാര്യങ്ങളില്ല. ആസ് യൂഷ്വലി വളരെ സ്മൂത്തായിട്ട് നടന്ന്. എനിക്കിപ്പോൾ ഞാൻ എടുത്തേക്കണ ആദിത്യ ബിർള എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ടാറ്റയുടെ മുകളിലുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ടാറ്റയിലേക്ക് വന്നത്. അത് പോർട്ട് ചെയ്ത് വന്നതല്ല, കുറച്ചും കൂടി ബെറ്റർ പോളിസി, ബെറ്റർ പേയ്മെൻറ്റ് അടച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ ദുരവസ്ഥയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല, അനുഭവങ്ങളാണ് നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഈ ടാറ്റ കമ്പനി പുതിയ അടവുകളായിട്ട് വരുന്നതല്ലാണ്ട് പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം. ടാറ്റ AIG എന്ന ഇൻഷുറൻസ് കമ്പനി നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും വലിയൊരു കെണിയിലാണ് കിടക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഏത് കമ്പനിയുടെ പോളിസി ആയിക്കോട്ടെ, നിങ്ങൾ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ഡോക്യുമെൻ്റ് എടുത്തിട്ട് നിങ്ങൾ നോക്കുക, ബന്ധപ്പെടാം. നിങ്ങളുടെ പ്രീ എക്സിസ്റ്റിംഗ് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇവർക്ക് എന്തെങ്കിലും മുട്ടിന്യായങ്ങൾ മതി. ഞാൻ പറഞ്ഞില്ല, നഴ്സറിയിൽ വന്നപ്പോൾ നമ്മളൊന്ന് വീണിട്ടുണ്ട്, പിച്ചിട്ടുണ്ട്, പാടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കട്ട് ചെയ്ത് കളയരുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ മുമ്പത്തെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്യണം. വരുന്ന ഏജൻറ്റുമാരെ ഇപ്പം ഞാനടക്കം എനിക്ക് വന്ന സെഹ്റാനെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത്രയും വിഷയങ്ങൾ നടന്നിട്ട് ഇദ്ദേഹം എന്നെ വിളിക്കുകയോ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ആളുടെ മുകളിലുള്ള ആൾക്കാർ ബന്ധപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ നമ്മുടെ ഡാറ്റകളൊക്കെ ചോർത്തിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റകൾ ഷെയർ ചെയ്യപ്പെട്ടിട്ട് ടാറ്റയുടെ ആൾക്കാരാണ് നിങ്ങൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നിന്ന് എടുത്തേക്കണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയണത്. അതുപോലെ തന്നെ ഇതിപ്പോൾ അല്ലാണ്ട് തന്നെ ഞാൻ ഈ വിഷയങ്ങൾ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന പലരും എന്നെ അപ്രോച്ച് ചെയ്തിട്ട് ഏജൻറ്റുമാരിട്ടാ, അല്ലാണ്ട് അവർ ഒഫീഷ്യൽസ് അല്ല പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ അസുഖങ്ങളൊക്കെ ഇവർ കൊട്ടിഘോഷിക്കുകയാണെന്നത് ഭയങ്കര മാറാരോഗമാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മുടെ കമ്പനി കൊടുക്കാത്ത. അയാൾക്ക് സ്ലീപ്പ് അപ്നിയുണ്ട്, അയാളത് മറച്ചു വെച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്തൊരു കഷ്ടമാണ്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു കസ്റ്റമർ ഡീൽ ചെയ്യുന്ന ഒരു കമ്പനി നമ്മൾ ഇൻഷുറൻസിൻ്റെ മേഖലയിൽ എനിക്ക് ഇതിക്ക് മുമ്പ് അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരുപാട് ഈ കഴിഞ്ഞ 2 വീഡിയോൻ്റെ പിന്നിൽ വന്നേക്കണ കമൻറ്റുകൾ നിങ്ങൾ ഓരോരുത്തരും പോയി നോക്കുക. എല്ലാവർക്കും ഇത്തരത്തിലുള്ള പല കമ്പനിയിൽ നിന്ന് അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏതാണ് ബെസ്റ്റ് ഇൻഷുറൻസ് കമ്പനി എന്ന്. എനിക്കറിയില്ല, അറിയാവുന്നൊരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ആദിത്യ ബിർളയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഈ മൊമെൻറ്റ് വരെ എല്ലാം പെർഫെക്റ്റാണ്. നാളെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. എനിക്കതുപോലെ തന്നെ വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ടാറ്റ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരുപാട് അഭിമാനത്തോടെ കാണുന്നൊരു കമ്പനിയാണ്. ഒരാൾ പോലും നല്ല രീതിയിൽ ബന്ധപ്പെടാൻ ശ്രമിക്കാഞ്ഞത് വളരെ ദുഃഖകരമായിട്ട് തോന്നുന്നു. മുമ്പ് ഇതുപോലെ ഞാൻ വഡോഫോണായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. ആ ഇഷ്യൂവിൻ്റെ ഒരു ചെറിയൊരു ലൈവ് ഞാൻ അന്ന് ചെയ്തിരുന്നു, പ്രോബ്ലം സോൾവ് ആവേണ്ടായിപ്പോൾ. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ ആൾക്കാർ നമ്മളെ ബന്ധപ്പെടുകയും നമ്മുടെ ഓഫീസിൽ വന്ന് നമ്മളെ കാണുകയും ചെയ്ത് അത് വളരെ രമ്യമായിട്ട് പരിഹരിക്കുകയും കൂടുതൽ സപ്പോർട്ട് തന്ന് അതും ഇപ്പോഴും ഞാൻ അവരുടെ ഇത് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, BIയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ടാറ്റക്കാർ മിനിമം നിങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു സപ്പോർട്ട് ഞങ്ങൾക്കാകുമെന്ന് കരുതിയിട്ടാണ് ഒരു പോളിസി എടുക്കുന്നത്. ആ ഞങ്ങളിങ്ങനെ ചവിട്ടി തെറിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളും മനുഷ്യരാണ്. നാളെ ഈ അസുഖങ്ങൾ നിങ്ങൾക്കും വരും, നിങ്ങളുടെ കുടുംബക്കാർക്കും വരും. ആ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ കമ്പനി നിങ്ങളോട് ഇത് തന്നെയാണോ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഓക്കെ, തൽക്കാലം ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഇനിയും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഞാൻ ഇതോടെ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണിത്. ഇനിയും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കും. പ്രിയ പ്രേക്ഷകർ തന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, ഒപ്പം തന്നെ ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട ഏജൻറ്റുമാരെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിട്ടുള്ളവരും അല്ലാത്തവരുണ്ട്. എന്നെ തെറി വിളിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കമ്പനീനെ കുറിച്ചിട്ട് എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. വളരെ പച്ചയായിട്ട് ഇത് വളരെ ക്ലിയറാണ്, ഒന്നും മറച്ച് വെച്ചിട്ടില്ല. ഒരു 60,000 67,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇത്ര സമയം എനിക്ക് മെനക്കെടുത്തേണ്ടതില്ല. പക്ഷേ ഈ തട്ടിപ്പ് ലോകം അറിയണം എന്ന് കരുതി മാത്രം. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം.